ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ എൻ്റെ വീട്ടിലാണ്, അപ്പോൾ അവിടെ വിരുന്നുകാരുണ്ടാവും എന്ന് പറഞ്ഞായിരുന്നല്ലോ. അവർക്ക് രാത്രത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഉമ്മി ഗ്യാസ് അടുപ്പിൽ 2 പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്നിൽ പൊടി വാട്ടാനുള്ള വെള്ളമാണ് കേട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതേപോലെ നമ്മളിപ്പുറത്തെ അടുപ്പിൽ ചിക്കൻ കറിയാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഉമ്മയുടെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് ഞാനാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഉമ്മയാണ് കറികളൊക്കെ വെക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഉലുവയും പൊട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ സവാള എടുത്തിട്ടുണ്ട് ആവശ്യത്തിന്. അപ്പോൾ ഇവിടെ 2 ചിക്കനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും സവാളയൊക്കെ വേണ്ടി വരുമല്ലോ, കാരണം വഴണ്ട് കിട്ടുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ സവാളയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ നമ്മൾ പത്തിരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ അതേപോലെ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു, നെയ്ച്ചോറാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ സവാളയൊക്കെ വഴറ്റി കൊടുക്കുന്നുണ്ട്, പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാം ഒരുമിച്ച് തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ സവാള ഒന്ന് വാടിയതിന് ശേഷമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ എരിവിന് അധികം എരിവ് വേണമെന്നുള്ള എങ്ങനെയാണെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതേപോലെ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇഞ്ചിയും വേണം, ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇവിടെ 2 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്, മീഡിയം തക്കാളിയാണ് കേട്ടോ. അതൊന്ന് ഇതേപോലെ കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തക്കാളിയൊക്കെ എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ സവാളയും തക്കാളിയൊക്കെ നല്ലോണം വഴണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി പാകത്തിന് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉമ്മി ഇവിടെ എടുത്തിരിക്കുന്നത് 6 സ്പൂണ് മല്ലിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ സ്പൂൺ ആയതുകൊണ്ടിട്ടാണ് കേട്ടോ ഇത്രയും ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 6 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതേപോലെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മല്ലിപ്പൊടിക്കാണ് ഇത്തിരി മൂത്ത് കിട്ടാൻ ബുദ്ധിമുട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് എരിവില്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ. ഒരു 3 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പുറത്തെ അടുപ്പിൽ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് പൊടിയൊക്കെ വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേപോലെ 1.25 സ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ ഒരു 1.25 സ്പൂണ് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൊടികളുടെയൊക്കെ ഒരു പച്ചപ്പ് മണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. പൊടികളുടെ ആ ഒരു പച്ചപ്പ് മണമൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തിരി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉമ്മി ഇവിടെ ഇത്തിരി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, 1 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം നല്ലതുപോലെ വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കളറൊക്കെ നല്ല മണമാണ് കേട്ടോ വരുന്നത്. പൊടികളുടെ ഒക്കെ ആ ഒരു മൂക്കുമ്പോഴുള്ള മണമൊക്കെ നല്ല മൂക്കിലേക്ക് അടിക്കണമായിരുന്നു ആ സ്മെല്ല്. എന്നിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെയൊക്കെ നല്ലൊരു തിക്ക് ഗ്രേവി പോലെ ആക്കിയിട്ട് ചിക്കൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തപ്പോൾ എനിക്കൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനത്തെ ഒരു മിസ്റ്റേക്കാണ് വന്നത്. അപ്പോൾ അതെന്താണെന്നുള്ളത് എനിക്കറിയില്ല, എടുത്തതിൻ്റെ ആയിരിക്കും. അപ്പോൾ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് എല്ലായിടത്തും ഒന്ന് മസാല പിടിക്കുന്ന രീതിയിലൊന്ന് എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അടുപ്പത്തൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ഉരുളക്കിഴങ്ങ് ഉണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ്റെ കഷ്ണങ്ങളിലൊക്കെ ചേർത്ത് കൊടുക്കുന്നു, ചില ആളുകൾ ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കിഴങ്ങൊക്കെ കുറച്ച് കൂടുതലായിപ്പോയി, അത് കട്ട് ചെയ്തതിൻ്റെ കുറച്ച് കൂടുതലായിരുന്നു.
അപ്പോൾ എല്ലാം ഒന്ന് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറിയൊക്കെ തിളക്കണ ഇതൊന്നും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കറിയൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട്. നല്ല കളർഫുൾ ആയിട്ടുള്ള കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോഴും പത്തിരിയൊക്കെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് പത്തിരിയൊക്കെ ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ കറിയൊക്കെ താളിച്ച് അവർക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. അപ്പോൾ അവർ കഴിക്കാനൊക്കെ ആയിട്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇതെൻ്റെ ഉപ്പയാണ് കേട്ടോ കഴിക്കുന്നത്, ലാസ്റ്റ് കഴിക്കണേ.